വണ്ടിയിലേറി വന്നതാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞ് ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ കളിക്കുകയായിരുന്നു രാമുവും ദീപുവും. പ്രധാനാധ്യാപകൻ അവരടുത്തേക്ക് വിളിച്ചു. അവർക്ക് ഒരു അസൈൻമെന്റ് നൽകി. ആ കെട്ടിടത്തിൽ 2 മുറികളുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന മുറികൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാമഗ്രികൾ കൊണ്ടതാണ് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിറയ്ക്കാം. അതിനുള്ള തുകയാണിത്, പിടിച്ചോളൂ. ആ തുകയും വാങ്ങി അവർ പോയി. അവരാലോചിച്ചു, ഒരു ദിവസത്തെ സമയമുണ്ട്, എങ്ങനെയാണ് ഇത് നിറയ്ക്കുക? അവർക്കുണ്ടായിരുന്ന പ്ലാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. രാമു ആ സ്കൂൾ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി നടന്നു. ആ സ്കൂളിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിൽ രാമു എന്തോ കണ്ടു. രാമു തിരികെ വന്നു. സ്കൂളിലെ ശിപായിയെ കണ്ടു. ആവശ്യം അറിയിച്ചു. തനിക്ക് കിട്ടിയ തുക ശിപായിയെ ഏൽപ്പിച്ചു. ശിപായി അത് വാങ്ങി രാമു പതിവുപോലെ വീട്ടിലേക്ക് പോയി. ദീപു കിട്ടിയ പൈസയും കൊണ്ട് നേരെ പോയത് പീടികയിലേക്കാണ്. അടുത്ത ദിവസം വന്നു. വീട്ടിൽ നിന്നും ഒരു സഞ്ചിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാമു സാധാരണ സ്കൂളിൽ വരുന്നത് പോലെ വന്നു. സ്കൂളിൽ പ്രധാന അധ്യാപകൻ ഏർപ്പാട് ചെയ്ത മറ്റൊരു അധ്യാപകൻ ഇവരുടെ അസൈൻമെന്റ് അസസ് ചെയ്യാനായിട്ടെത്തി. എന്താ രാമു, ഈ മുറിയിൽ നിറയെ ഉണങ്ങിയ വാഴക്കരിയലുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. വല്ലാത്ത ദുർഗന്ധവും ഉണ്ടല്ലോ. കൊള്ളാമല്ലോ ദീപു, ഈ മുറി നന്നായി വൃത്തിയാക്കിയാക്ക. വിളക്ക് കൊളുത്തി വെളിച്ചം നിറച്ചിരിക്കുന്നല്ലോ. ബുദ്ധി ഉപയോഗിച്ച് നന്നായി മുറി നിറച്ചിരിക്കുന്നു. വെളിച്ചം കൊണ്ട് ഒരു മുറി നിറയ്ക്കാം എന്ന് ദീപു തെളിയിച്ചു കൊടുത്തു. ഈ വീഡിയോ ആദ്യവസാനം കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും വെളിച്ചം വ്യക്തിയിലും സമൂഹത്തിലും വരുത്തുന്ന ഉജ്ജ്വലമായ പരിവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാവ്യഭാഗം വിദ്യാഭ്യാസം ഒരു സാമൂഹിക വിളക്ക് പോലെയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിളക്ക് മുറിയുടെ ഇരുട്ടകറ്റി വെളിച്ചം നിറയ്ക്കുന്നത് പോലെ അനേകം അക്ഷരങ്ങൾ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സാമൂഹിക അലങ്കോലങ്ങളെ മാറ്റി വെടിപ്പുള്ളതും ഐക്യമുള്ളതുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ചിത്രമാണ് ഈ കവിത കാട്ടിത്തരുന്നത്. വെളിച്ചം അറിവാണ്. അറിവുണ്ടെങ്കിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കേരളത്തിൽ നവോത്ഥാന പ്രവർത്തകരും ആത്മീയ നേതാക്കളും മഹാകവികളും സ്വാതന്ത്ര്യ പ്രേമികളും വിദ്യാഭ്യാസ ചിന്തകരും ഒക്കെ തെളിയിച്ചെടുത്തു. ഒരു കാലഘട്ടത്തിൽ അറിവിൻ്റെ വെളിച്ചം കിട്ടാതെ കിടന്ന സമുദായത്തെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് മാറ്റിയെടുത്ത ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു കവിത 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. MR രേണുകുമാർ എഴുതിയ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന ഒരു ഗദ്യ കവിത. ആ കവിതയുടെ വീഡിയോ വിശദീകരണമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. ഇലാമ ഷാ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുറ്റം നേരെ തൂത്തില്ലെങ്കിൽ കരിയില വാരിയിട്ട് ഇനിയും ഞാൻ വൃത്തികേടാക്കും. MR രേണുകുമാർ എഴുതിയ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ഇതൊരു ഗദ്യ കവിതയാണ്. ആധുനിക കാലഘട്ടത്തിലെ കവിതകളിൽ ഗദ്യവുമുണ്ട് പദ്യവുമുണ്ട്. ഇതൊരു ഗദ്യ കവിതയാണ്. കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ചെറിയ കവിതയാണ് എന്ന് തോന്നാം. പക്ഷേ ഇതൊരു ചെറിയ കവിതയല്ല. 3 ഭാഗങ്ങളാക്കി വിശദീകരിക്കാൻ മാത്രമുള്ള ഒരു ചെറിയ കവിതയല്ല. കാരണം MR രേണുകുമാർ ഒരു കവി മാത്രമല്ല, ഒരു ജീവചരിത്രകാരൻ കൂടിയാണ്. അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും എന്ന പേരിൽ അയ്യങ്കാളിയുടെ ജീവചരിത്രം എഴുതിയത് MR രേണുകുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ അയ്യങ്കാളി ഒരു സമാന്തര രേഖയാണ്. ആ അർത്ഥത്തിലാണ് ഈ കവിതയുടെ വിശദീകരണം നമുക്ക് പൂർത്തിയാക്കേണ്ടത്. അനേകം അക്ഷരങ്ങൾ എന്നത് വെറും അക്ഷരങ്ങൾ മാത്രമല്ല. ആ പ്രയോഗം സൂക്ഷ്മമായി വിശദീകരിച്ചാൽ അതിന് കേരളത്തിലെ അനേകം സംഭവങ്ങൾ എന്ന ഒരർത്ഥം കൂടി കിട്ടും. അനേകം അക്ഷരങ്ങൾ സമം അനേകം സംഭവങ്ങൾ. അത് കേരളത്തിൽ നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ്, നവോത്ഥാന പ്രവർത്തനങ്ങളാണ്, വിദ്യാഭ്യാസ വിപ്ലവങ്ങളാണ്, അങ്ങനെ പലതുമാണ്. നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം. മുറ്റത്തിന് അതിരുകാത്ത് മണമൂറി
പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം. മുറ്റത്തിന് അതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം. കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ. കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും. ഈ കവിതയുടെ ആദ്യ ഖണ്ഡം ഇതാണ്. കവിത തുടങ്ങുന്നത് വൃത്തിയും വെടിപ്പുമുള്ള ഒരു വീട്ടുമുറ്റത്തിൻ്റെ ദൃശ്യ വിവരണത്തിലൂടെയാണ്. ഈ വീട്ടുമുറ്റത്തെ കേരളത്തിൻ്റെ ചരിത്രമാകുന്ന മുറ്റമായി ഒന്ന് കണ്ടാൽ ഈ വരിയുടെ അർത്ഥം മറ്റൊരു രൂപത്തിലാവും. കേരളത്തിൻ്റെ ചരിത്രം ചികഞ്ഞു നോക്കാനുള്ള കൂരമ്പുകളാണ് ഇവിടെ പറയുന്ന ഈർക്കിലി വരകൾ. ഓരോ വരയും ഓരോ അധ്യായമാണെന്ന് മാത്രം. ഒരു കാലത്ത് മനുഷ്യന് അശുദ്ധ വസ്തുവായിരുന്നു കേരളത്തിൽ. ഒരു ഭാഗത്ത് വിശാലമായ പാടങ്ങളും പറമ്പുകളും സ്വന്തമായി കൈയടക്കി വച്ചിരിക്കുന്ന കുറേ ജന്മിമാർ, മറുഭാഗത്ത് അവരുടെ ആ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പണിയാളർ. അവർ പ്രമാണിയുടെ മുമ്പിൽ അശുദ്ധരാണ്, ശുദ്ധിയില്ലാത്തവരാണ്. അവർക്ക് കയറിക്കിടക്കാൻ ഇടമില്ല, കഴിക്കാൻ ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഉണ്ടെങ്കിലും അത് ധരിക്കാൻ പോലും അവകാശമില്ലാത്തവർ. ജാതിയുടെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞ് 7 നാഴിക അകലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം. ഗ്രാമത്തിൻ്റെ പുറം ഭാഗങ്ങളിൽ ആരും കാണാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അടിയാള വിഭാഗം. ചരിത്രത്തിൽ അവർ ചിലയിടത്ത് ദളിതർ എന്നറിയപ്പെടും, ചിലയിടത്ത് പുലയരെന്നറിയപ്പെടും, ചിലയിടത്ത് പറയരെന്നറിയപ്പെടും, ചിലയിടത്ത് ചാന്നാന്മാരെന്നറിയപ്പെടും, ചിലയിടത്ത് ചണ്ഡാളന്മാർ എന്ന് അറിയപ്പെടും. അങ്ങനെ പല പല പേരുകളിൽ അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. തൂത്താലും തീരാത്ത ചവറുകൾ നിറഞ്ഞ കേരളത്തിൻ്റെ ഇത്തരം ചരിത്രത്തിൽ നമുക്ക് ഈ വരികൾ കൊണ്ട് ഒന്ന് ചെന്ന് നോക്കാം. ആ കേരളമുറ്റം തൂത്ത് വെടിപ്പാക്കാൻ ചൂലുമായി വന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നമുക്ക് ആത്മീയ നേതാക്കളെന്ന് വിളിക്കാം, സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് വിളിക്കാം, നവോത്ഥാന പ്രവർത്തകർ എന്ന് വിളിക്കാം, വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന് വിളിക്കാം. അതിൽ ആത്മീയ നേതാക്കളുടെ കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഉൾപ്പെടും. സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന പേരിൽ പ്രധാനപ്പെട്ട കവികൾ ഉൾപ്പെടും. വിദ്യാഭ്യാസത്തിന് വേണ്ടി വിപ്ലവം മുഴക്കിയവരുടെ കൂട്ടത്തിൽ അയ്യങ്കാളി എന്ന കരുത്തുറ്റ കറുത്ത ചിന്തകനും ഉൾപ്പെടും. നാരായണ ഗുരു, പൊയ്കയിൽ അപ്പച്ചൻ, അയ്യങ്കാളി, കുമാരനാശാൻ, ഇങ്ങനെ തലങ്ങും വിലങ്ങും വന്ന ആത്മീയ നേതാക്കളും നവോത്ഥാന പ്രവർത്തകരും വിദ്യാഭ്യാസ ചിന്തകരും ചേർന്ന് എഴുത്തുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആ ചരിത്രമുറ്റം തൂത്ത് വൃത്തിയാക്കിയെടുത്തു. ഈ മാറ്റമാണ് തലങ്ങും വിലങ്ങും കാണുന്ന ഈർക്കിലി വരകൾ. മുറ്റത്ത് വീണ് കിടക്കുന്ന ചപ്പ് ചവറുകൾ ഈർക്കിൽ ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കി എന്ന ലളിതമായ ആശയത്തിന് അപ്പുറത്ത് കിടക്കുന്ന വ്യംഗ്യമായ ആശയമാണ് ഈ 2 വരികളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം. ഈ വൃത്തിയും വെടിപ്പുമുള്ള മുറ്റം എന്ന പ്രയോഗം നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒന്നിനും അവകാശമില്ലാതിരുന്ന അടിയാളവർഗം, കീഴാളവർഗം, അടിമകളെപ്പോലെ കരുതിയിരുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് വന്ന മാറ്റമാണ്, അവരുടെ ജീവിത അവസ്ഥകളുടെ പ്രതീകമാണ് ഈ വെടിപ്പാക്കിയ ഈർക്കിലി വരകൾ തെളിഞ്ഞു കിടക്കുന്ന വെടിപ്പാക്കിയ മുറ്റം. അടിയാളവർഗത്തിൻ്റെ ജീവിതത്തിൽ വന്ന പുരോഗതി എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാം. മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞിമരം. മരം ഒരു മരമാണ്, അതൊരു പ്രതീക്ഷയാണ്. ഇലഞ്ഞിമരം സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കൂടി പ്രതീകമാണ്. പൊട്ടിച്ചിരി അതിലെ പൂക്കളാണ്. പാടങ്ങളിൽ ഇലഞ്ഞിമരം ഉണ്ടാവാറില്ല. പണിയെടുക്കുന്ന പാടങ്ങളിൽ സാധാരണ നെൽക്കതിരുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇലഞ്ഞിമരങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. പാടങ്ങളിൽ നിന്നും അവർ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കാനെത്തിയപ്പോൾ അവിടെ മാവും പ്ലാവും തെങ്ങുകളുമൊക്കെ അടയാളങ്ങളായുള്ള വീടുകളുണ്ടാകുന്നു. ഇത് അവരുടെ മേൽവിലാസം കൂടിയാണ്. ഇലഞ്ഞിത്തറയിൽ കോരൻ, ഇലഞ്ഞിത്തറയിൽ ചാത്തൻ, മട്ടപ്ലാമൂട്ടിൽ കുഞ്ഞാളി, ഇതൊക്കെ അവരുടെ മേൽവിലാസങ്ങളാവുന്നു. ആരാലും അറിയപ്പെടാതെ പാടത്തും പറമ്പിലും കിടന്നിരുന്ന പണിയാള വിഭാഗത്തിലെ കുടുംബം ഇന്ന് വീട് വെച്ച് താമസിക്കുന്നത് ഇത്തരത്തിൽ അടയാളങ്ങളുള്ള പുരയിടങ്ങളിലാണ്.
ഇങ്ങനെ 4 ആൾ അറിയത്തക്കവണ്ണം അവർക്ക് മേൽവിലാസം ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളും പൊട്ടിച്ചിരികളും ഉണ്ടാകുന്നു. ഇലഞ്ഞിമരത്തിൻ്റെ പൂക്കൾ അവരുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ്. അമ്മയുടെ സഹായമില്ലാതെ ഇന്ന് നമ്മൾ സ്വന്തമായി കുളിക്കാൻ പഠിച്ചല്ലോ എന്ന് അമ്മ വരുമ്പോൾ നമുക്ക് പറയാം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന അമ്മ ഇനി മുതൽ നമ്മളെ കുളിപ്പിക്കാൻ കഷ്ടപ്പെടണ്ട. കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, ഇവർ ഒരു പരിവർത്തനത്തിൻ്റെ പ്രതീകങ്ങളാണ്, മാറ്റത്തിൻ്റെ പ്രതീകങ്ങളാണ്. അറിവ് കിട്ടിയപ്പോൾ അവരിൽ മാറ്റങ്ങളുണ്ടായി. പലതും അവർ കാണാനും കേൾക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അറിയാനുള്ള പ്രതീക്ഷകൾ അവരിലുണ്ടാകുന്നു. അവരുടെ ജീവിതത്തിൽ വൃത്തിയും വെടിപ്പും ഉണ്ടാകുന്നു. മൂക്കട്ട ഒലിപ്പിച്ച് കരിക്കട്ടയെപ്പോലെ പാടവരമ്പത്തും തോട്ടുവരമ്പത്തും ഒക്കെ കിടന്നിരുന്ന ആ കുട്ടികളല്ല അവരിന്ന്. അറിവിൻ്റെ അക്ഷരങ്ങൾ സ്വന്തമാക്കി പുത്തൻ ജീവിതത്തിൻ്റെ ഈർക്കിൽ വരകൾ വീട്ടുമുറ്റത്ത് അവർ വരച്ചിടാൻ തുടങ്ങി. അതിൽ അക്ഷരങ്ങൾ അവർ കൂട്ടിവായിക്കാൻ തുടങ്ങി. അക്ഷരം പഠിച്ചത് കൊണ്ടുള്ള മാറ്റം ഇപ്പം മനസ്സിലായല്ലോ. ഓരോരോ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ എല്ലായിടത്തും. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിന്നുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ. ഒരു കാലത്ത് പണിയാളരുടെ അഥവാ ദളിതരുടെ ജീവിതം കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു, കൊടും പട്ടിണിയിലായിരുന്നു. സ്വന്തമായി വീടുണ്ടായിരുന്നില്ല. പ്രമാണിയുടെയോ ജന്മിയുടെയോ പാടത്ത് കുടില് കെട്ടി അന്തി ഉറങ്ങും. സ്വന്തമായ ഒരു അടുക്കളയോ വീട്ടുപകരണങ്ങളോ പോലും അവർക്കുണ്ടായിരുന്നില്ല. മെഴുക്കുപുരണ്ട കഞ്ഞിക്കലവും കരിച്ചട്ടികളും ചിരട്ടത്തവികളും പഴയ കാലത്തെ കൊടിയ പട്ടിണിയുടെ അടയാളങ്ങളായിരുന്നു. ഇന്ന് അത് മാറി അവരുടെ വീട്ടുപകരണങ്ങൾക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കുന്നു. തിളങ്ങുന്ന പാത്രങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നു. അവ ഓരോ ദിവസവും കഴുകി മെഴുക്കെല്ലാം കളഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്നു. വൃത്തിയോടെ അത് ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് മിന്നിത്തിളങ്ങി ഇരിക്കുന്നു. ഇങ്ങനെ കാണുന്നുണ്ട് ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തെല്ലാം. വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്. രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. ഒരു കാലത്ത് വേലയ്ക്കിറങ്ങുന്ന പണിയാളരുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇവിടെ നാം കാണേണ്ടത്. അന്നവർക്ക് സ്വന്തമായി വീടില്ല. ജന്മിയുടെയോ പ്രമാണിയുടെയോ പാടത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് കുടില് കെട്ടി അതിൽ അന്തി ഉറങ്ങണം. പകൽ മുഴുവൻ പാടത്ത് പണിയെടുക്കണം. അങ്ങനെ പണിക്ക് പോകുമ്പോൾ കണ്ടിരുന്ന ആ കുടിലുകളല്ല ഇന്നുള്ളത്. ഇന്ന് അവർ വേല കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ചെറുതാണെങ്കിലും വീടുകളുണ്ട്. ഒരു കാലത്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടങ്ങളിൽ കയറ്റിയിരുന്നില്ല. അവരെ കുടിലുകളിൽ തന്നെ ഇട്ടേച്ച് പോവുകയായിരുന്നു പതിവ്. അന്ന് പണി കഴിഞ്ഞാൽ കൂലിയില്ല, കൂലി ചോദിക്കാനും പാടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജോലിക്ക് കൂലിയുണ്ട്. അത് നെല്ലായോ അരിയായോ പണമായോ കിട്ടുന്നുമുണ്ട്. പണി കഴിഞ്ഞ് കൂലിയായി കിട്ടിയ നെല്ലും മടിശീലയിലിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇന്നവർക്ക് കാണാൻ കഴിയുന്നത് പുതിയ മാറ്റങ്ങളാണ്. ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ട വലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകൾ ആക്കിയത്? മേലാളർ അന്ധമായി കൊണ്ടു നടന്ന വിശ്വാസങ്ങളെ മാറ്റാൻ മഹാകവികൾ രംഗത്ത് വന്നു. മേലാള വിഭാഗത്തിലെ പെൺകുട്ടിയെ കീഴാള വിഭാഗത്തിലെ ചാത്തൻ മംഗലം ചെയ്യുന്ന കാഴ്ച തൻ്റെ ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ കുമാരനാശാൻ അവതരിപ്പിച്ചത് ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അന്ധമായ നിയമങ്ങൾ മാറ്റണം എന്നും ഇല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ അവരെ തന്നെ മാറ്റുമെന്നും കവി ബോധ്യപ്പെടുത്തി കൊടുത്തു. താഴ്ന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങിയപ്പോൾ അവരുടെ മുഖത്ത് പ്രതീക്ഷയുടെ തിളക്കം ഉണ്ടാകുന്നു. മരങ്ങളിലെ പൂക്കൾ പോലെ അവർ പുഞ്ചിരിക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ വൃത്തിയും ഐശ്വര്യവും ഉണ്ടാകുന്നു. ശുചിയും വൃത്തിയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ അവർ പഠിക്കുന്നു. കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. പാഠത്തിൻ്റെ പഠന പ്രവർത്തനത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് പോകുന്ന ഒരാളുടെ ചിത്രവും താഴെ ഒരു ചോദ്യവും കൊടുത്തിട്ടുണ്ട്. അയ്യങ്കാളി എന്ന നവോത്ഥാന പ്രവർത്തകനാണ് അത്. ചരിത്രത്തിൽ ഇടം നേടിയ പഞ്ചമി എന്ന പെൺകുട്ടിയാണ് കൂടെ ഉള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവ നക്ഷത്രം എന്നാണ് അയ്യങ്കാളി അറിയപ്പെടുന്നത്. താഴ്ന്ന വിഭാഗത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ തിരുവിതാംകൂറിൽ ആദ്യമായി വെങ്ങാനൂർ എന്ന സ്ഥലത്തൊരു കുടിപ്പള്ളിക്കൂടം ഉണ്ടാക്കിയത് അയ്യങ്കാളിയായിരുന്നു. പ്രമാണിമാരന്ന് അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യാലയം എന്നാണ്. പക്ഷേ അന്ന് രാത്രി പ്രമാണിമാർ ആ സ്ഥാപനം കത്തിച്ചു കളഞ്ഞു.
വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ സർക്കാരിൽ പരാതിപ്പെട്ടപ്പോൾ സർക്കാർ സ്കൂളിൽ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകണം എന്ന് ഉത്തരവിറക്കി. ആ ഉത്തരവുമായിട്ടാണ് പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിൽ ചേർക്കാൻ അയ്യങ്കാളി എത്തുന്നത്. ആ ചിത്രമാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രധാന അധ്യാപകൻ ആദ്യം നിരസിച്ചു. പക്ഷേ അയ്യങ്കാളി വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടത്തിൻ്റെ ഫലമായി ആ പെൺകുട്ടിയെ അവിടെ ചേർത്തു. പക്ഷേ അന്ന് രാത്രി ആ പള്ളിക്കൂടവും അഗ്നിക്ക് ഇരയായി. ഈ അവസരത്തിലാണ് നമ്മൾ മറ്റൊരാളെ കൂടി പരിചയപ്പെടേണ്ടത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് പൊയ്കയിൽ അപ്പച്ചൻ എന്നാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതിലൂടെ അദ്ദേഹം സാധാരണക്കാരുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടി ഗാനരൂപത്തിൽ പാട്ടുരൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി. പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ടുകൾ ഗാനങ്ങൾ ഇത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചവരിൽ പൊയ്കയിൽ അപ്പച്ചനുണ്ട്. ഒരുപാട് ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഉന്നമനങ്ങൾക്കും വേണ്ടി നടത്തിയത്. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ